Hello dears, how are you all? Welcome back to SS online class. Today we are going to study a new chapter in our social studies textbook, chapter 14th, When the Earth Shook. നമ്മുടെ 14th ചാപ്റ്റർ ആയിട്ടുള്ള വെൻ ദ എർത്ത് ഷുക്ക്, ഭൂമി കുലുങ്ങിയപ്പോൾ എന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ദ എർത്ത് ഷുക്ക്, ഭൂമി കുലുങ്ങിയപ്പോൾ. അപ്പോൾ എന്താണ്, ഒരു എർത്ത് കേക്ക് ഉണ്ടായിട്ടുള്ള, ആഫ്റ്റർ എർത്ത് കേക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസിനൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. എ ബാഡ് ഡ്രീം, എന്താണ്, ഒരു മോശം സ്വപ്നം കണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ഹെൽപ്പ് ഹെൽപ്പ് സേവ് മീ. There was screaming and shouting everywhere. ഹെൽപ്പ് ഹെൽപ്പ്, സഹായിക്കൂ, സേവ് മീ, എന്നെ സേവ് ചെയ്യൂ. എന്താണ്, ഒരു ഭയപ്പെടുത്തുന്ന ഒരു നിലവിളി. ദർ വാസ് സ്ക്രീമിങ് ആൻഡ് ഷൗട്ടിങ് എവ്രിവെയർ. എല്ലായിടത്തു നിന്നും ഇങ്ങനെ അലറി കരയുന്ന ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. The ground was shaking and people were running all round. എന്താണ്, ഗ്രൗണ്ട് വാസ് ഷേക്കിംഗ്, നിലം വിറക്കുകയാണ്. ആൻഡ് പീപ്പിൾ വെർ റണ്ണിങ് ഓൾ റൗണ്ട്, ആളുകൾ ചുറ്റും പല സ്ഥലങ്ങളിലേക്ക് ഓടുന്നതായിട്ടാണ് കാണുന്നത്. സഹായിക്കൂ, എന്നെ രക്ഷിക്കൂ എന്നുള്ള നിലവിളികളും ഗ്രൗണ്ട്, നിലം കുലുങ്ങുന്നതൊക്കെയാണ് കാണുന്നത്. സ്ക്രീമിങ് ലൗഡ്ലി ഐ ഗോട്ട് അപ്പ്, അങ്ങനെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഐ ഗോട്ട് അപ്പ്, ഞാൻ എന്ത് ചെയ്തു, എഴുന്നേറ്റു. ഓൺ ഹിയറിങ് മീ മൈ മദർ ആൾസോ വേക്ക് അപ്പ്, ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ മദറും ഉണർന്നിട്ട് ഉണ്ടായിരുന്നു. ഷീ കെയിം റണ്ണിങ് ആൻഡ് ഹെൽഡ് മീ ടൈറ്റ്, അവരെന്ത് ചെയ്തു, അമ്മ ഓടി വന്നിട്ട് എന്നെ മുറുകെ പിടിച്ചു. അതായത് ഞാൻ ഇങ്ങനെ നിലവിളിക്കുന്നതൊക്കെ കേട്ട് ഞാൻ തന്നെ പെട്ടെന്ന് നെറ്റി ഉണർന്നു. ഇത് കേട്ട് എൻ്റെ അമ്മയും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഇറ്റ് വാസ് ദ സെയിം ബാഡ് ഡ്രീം, ഇതെന്താണ്, ഒരു മോശം ഡ്രീമായിരുന്നു. അപ്പോൾ എ ബാഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഈ കണ്ടതാണ് ഒരു ബാഡ് ഡ്രീം. ഇറ്റ് ഹാസ് ബീൻ മോർ ദാൻ 6 years നൗ സിൻസ് ദ എർത്ത് കേക്ക്. ഇപ്പോൾ എന്താണ്, എർത്ത് കേക്ക് ഉണ്ടായിട്ട് ഏകദേശം 6 വർഷത്തിലേറെ ആയി. അപ്പോൾ അവിടെ എർത്ത് കേക്ക് സംഭവിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. ബട്ട് ഇൻ മൈ സ്ലീപ്പ് ഐ സ്റ്റിൽ ഫീൽ ദ എർത്ത് ഷേക്കിംഗ് ആൻഡ് ട്രംബ്ലിങ്. പക്ഷെ എന്താണ്, എൻ്റെ ഉറക്കത്തിൽ ഇപ്പോഴും ഭൂമി, നമ്മുടെ എർത്ത് ഇങ്ങനെ കുലുങ്ങുന്നതും വിറയ്ക്കുന്നതായൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ബാഡ് ഡ്രീം കഴിഞ്ഞിട്ട് ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞിട്ടുള്ള എർത്ത് കേക്കിനെ ഇന്നും ഒരു ഭയത്തോടെ കാണുന്ന ഒരു ബാഡ് ഡ്രീമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആരാ പറയുന്നത്, ഐ ആം ജസ്മ. ആരാണ്, ഐ ആം ജസ്മ. ഐ ലിവ് ഇൻ ദ കച്ച് ഏരിയ ഓഫ് ഗുജറാത്ത്. ഞാൻ ജസ്മ, ഐ ലിവ് ഇൻ ദ കച്ച് ഏരിയ ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ച് പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഐ വാസ് 11 years old when there was an earthquake. എനിക്ക് 11 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന കച്ച് ഏരിയയിൽ എർത്ത് സംഭവിച്ചു. ഇറ്റ് വാസ് 26 January 2001. 2001 ജനുവരി 26 എർത്ത് കേക്ക് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ബാഡ് ഡ്രീം കണ്ടത് ജസ്മയാണ്. ജസ്മ ഗുജറാത്തിലെ കച്ച് ഏരിയയിലാണ് താമസിക്കുന്നത്. അവൾക്ക് 11 years ആയ സമയത്താണ് അവിടെ അവരുടെ വില്ലേജിൽ ഈ ഒരു എർത്ത് കേക്ക് സംഭവിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ്, വിച്ച് ഇയർ, 2001 January 26.
Everyone from the village, children and old people, had gathered in the ground of the school, watch the parade on TV. ഇപ്പോൾ എവ്രി വൺ ഫ്രം ദ വില്ലേജ്, ആ വില്ലേജിലെ എല്ലാ ആളുകളും, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് പീപ്പിൾ, കുട്ടികളും അതുപോലെ ഓൾഡ് പീപ്പിൾ, വൃദ്ധരായ ആളുകളും, അങ്ങനെ ആ വില്ലേജിലെ എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നു? ഹാഡ് ഗാതേർഡ് ഇൻ ഗ്രൗണ്ട്, എല്ലാ ആളുകളും ഗാതേർഡ് കൂടി നിൽക്കുകയായിരുന്നു ഇൻ ദി ഗ്രൗണ്ട് ഓഫ് ദി സ്കൂൾ ടു വാച്ച് ദ പരേഡ് ഓൺ ടി വി. സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കൂടിയിരുന്നിട്ട് ടി വിയിൽ പരേഡ് കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത്, ഈ എർത്ത് കേക്ക് ഉണ്ടായ സമയത്ത് എന്താണ്, അവിടെയുള്ള വില്ലേജിലെ ഫുൾ ആളുകൾ, ചിൽഡ്രനും ഓൾഡ് പീപ്പിളൊക്കെ സ്കൂൾ ഗ്രൗണ്ടിൽ പരേഡ് ടി വിയിൽ കണ്ടിരിക്കുകയായിരുന്നു. സഡൻലി ദ ഗ്രൗണ്ട് വാസ് ഷേക്കിംഗ്. പെട്ടെന്ന് എന്ത് ചെയ്തു? ഗ്രൗണ്ട്, നമ്മുടെ നിലം, ഗ്രൗണ്ട് ഷേക്കിംഗ്, നിലം കുലുങ്ങി. പീപ്പിൾ were scared and started running here and there. ആളുകൾ ഭയന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ തുടങ്ങി. No one knew that what was happening and what to do. എന്താണ് സംഭവിക്കുന്നത്? No one know, ഒരാൾക്കും അറിയില്ല. What was happening, എന്താണ് സംഭവിക്കുന്നത്. And what to do, എന്ത് ചെയ്യണം എന്നൊന്നും ഒരാൾക്കും അറിയില്ലായിരുന്നു. There was total panic. അവിടെയുള്ള എല്ലാവരും ആകെ എന്തായി? ടോട്ടൽ പാനിക്കായി. എല്ലാവരും പരിഭ്രാന്തിയിലായി, ഒന്നാകെ ഭയന്ന് പേടിച്ചു. അപ്പോൾ അവിടെ എർത്ത് കേക്ക് ഉണ്ടായ സമയത്തുണ്ടായിരുന്ന ഒരു ചെറിയൊരു സിറ്റുവേഷനാണ് ഇവിടെ ഡ്രോയിങ്ങിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡ്രോയിങ്ങിൽ തന്നെ നമുക്ക് കാണാം എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ആ ഒരു എർത്ത് കേക്ക് അവിടെയുള്ള ആളുകളുടെ ലൈഫിൽ ബാധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആളുകൾ എന്ത് ചെയ്തു? ടോട്ടൽ പാനിക്കായി ഓടാൻ 4 ഭാഗത്തേക്കും ഓടാൻ തുടങ്ങി. ഇൻ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ, അവർ വില്ലേജ് വാസ് ഫ്ലാറ്റ് ഓൺ ദി ഗ്രൗണ്ട്. ഞങ്ങളുടെ വില്ലേജ് മുഴുവൻ എന്താ? ആ നിലത്ത് പരന്ന് കിടന്നു. അതായത് എല്ലാം അവിടെ പിക്ചറിൽ കാണുന്ന പോലെ ആ വില്ലേജിലെ കെട്ടിടങ്ങളും എല്ലാം തകർന്ന് നിലത്ത് ഇങ്ങനെ ഒരു നല്ല പരന്ന് കിടക്കുന്ന രീതിയിൽ കിടന്നു. ഓൾ അവർ തിങ്സ്, ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും, ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ, പോട്ട്സ് മീൻസ് നമ്മുടെ പാത്രങ്ങൾ ഉണ്ടാവില്ല, അതേപോലെ ഗ്രെയിൻസ് ആൻഡ് ഫുഡ്, അവരുടെ ധാന്യങ്ങൾ, ഫുഡ്, were trapped under the stone, mud and wood from the fallen house. ഈ അവരുടെ ഡ്രസ്സുകളും പോട്ട്, ധാന്യങ്ങൾ, ഫുഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളും എന്താ അവരുടെ വീടും നിലം പതിച്ചപ്പോൾ ആ വീടിനുള്ളിലെ കല്ലിനും അവിടുത്തെ ചളികൾക്കൊക്കെ ഇടയിലായിട്ട് കുടുങ്ങിപ്പോയി. അതായത് പെട്ടെന്നൊരു നിമിഷം അവരെല്ലാവരും ടി വിയിൽ പരേഡ് കണ്ടിരിക്കുന്ന പെട്ടെന്നൊരു നിമിഷം ഗ്രൗണ്ടാകെ ഷെയ്ക്ക് ചെയ്ത് കുലുങ്ങിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? അവിടുത്തെ വീടുകളും കെട്ടിടങ്ങളൊക്കെ തകരുകയാണ്. അങ്ങനെ അവരുടെ എല്ലാ സാധനങ്ങളും, ക്ലോത്ത്സ്, പോട്ട്സ്, അതേപോലെ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഫുഡ്, എല്ലാ സാധനങ്ങളും എന്താണ് ഈ തകർന്ന ചളിയിലും സ്റ്റോണിലൊക്കെ അകപ്പെട്ട് പോയി. At that time, everyone thought of 2 things. ആ സമയത്ത് എല്ലാ ആളുകളും എന്താണ്? 2 കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ടു സേവ് ദ പീപ്പിൾ, ആളുകളെ രക്ഷിക്കുന്നതിനെക്കുറിച്ചും, ഹൂ വർ ട്രാപ്ഡ് ആൻഡ് ടു ട്രീറ്റ് ദ ഇൻജേർഡ്, അതുപോലെ അവിടെ നിന്ന് എന്തെങ്കിലും പരിക്ക് പറ്റിയ ആളുകളെ ചികിത്സിക്കുന്നതിനെ കുറിച്ചാണ് അപ്പോൾ അവിടെയുള്ള ആളുകളെ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ഇതിനെക്കുറിച്ചൊന്നല്ല ചിന്തിക്കുന്നത്, അവരുടെ വീട് നഷ്ടപ്പെട്ടതൊന്നും. അവരെന്താ ചിന്തിച്ചത്? ടു സേവ് ദ പീപ്പിൾ, ആളുകളെ സേവ് ചെയ്യുക. അതുപോലെ ഹൂ വർ ട്രാപ്ഡ് ആൻഡ് ടു ട്രീറ്റ് ദ ഇൻജേർഡ്, അവിടെ ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ രക്ഷിച്ച് അവർക്ക് പരിക്ക് പറ്റിയതൊക്കെ ചികിത്സിക്കുക.
ദ വില്ലേജ് ഹോസ്പിറ്റൽ വാസ് ഓൾസോ ഡാമേജ്ഡ്. പക്ഷെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിച്ചു? ദ വില്ലേജ് ഹോസ്പിറ്റൽ, അവിടുത്തെ നമ്മുടെ ഗുജറാത്തിലെ കച്ച് വില്ലേജിലുള്ള ഹോസ്പിറ്റലും ഓൾസോ ഡാമേജ്ഡ്, അതും ഹോസ്പിറ്റലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മെനി പീപ്പിൾ വേർ സീരിയസ്ലി ഇൻജേർഡ്. പല ആളുകൾക്കും എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് മുറിവുകൾ പറ്റി. മൈ ലെഗ് ആൾസോ ഗോട്ട് ഫ്രാക്ചേർഡ്. എൻ്റെ കാലുകൾക്ക് എന്ത് ചെയ്തു? ഫ്രാക്ചർ, വിള്ളൽ, കാല് പൊട്ട്, കാലിൻ്റെ എല്ല് പൊട്ടുക എന്ന് പറയില്ലേ, അങ്ങനെ എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി. ഇവിടെ പിക്ചറിൽ കാണിക്കുന്നുണ്ട് ഫ്രാക്ചേർഡ്. ദ ഡോക്ടർ ട്രീറ്റഡ് പീപ്പിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി വില്ലേജേഴ്സ്. പക്ഷെ അവിടെയുള്ള ഡോക്ടേഴ്സ് എന്ത് ചെയ്തു? ആ ഗ്രാമത്തിൽ, ആ വില്ലേജിലുള്ള ആളുകളുടെ സഹായത്തോടെ, ഹോസ്പിറ്റലൊന്നും ഇല്ലെങ്കിലും അവിടുത്തെ ആളുകളുടെ സഹായത്തോടെ എല്ലാവരെയും ചികിത്സിക്കാൻ തുടങ്ങി. 6 people ഓഫ് അവർ വില്ലേജ് ഡൈഡ്. ഈ ഒരു എർത്ത് കേക്കിൽ 6 people, 6 ആളുകൾ ഓഫ് അവർ വില്ലേജ് ഡൈഡ്, ഞങ്ങളുടെ ഗ്രാമത്തിലെ 6 ആളുകൾ മരണപ്പെട്ടു. മൈ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് ഫാദർ നാന, വാസ് ആൾസോ ബറീഡ് അണ്ടർ ദി ഹൗസ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? എൻ്റെ വീട് നശിച്ചപ്പോൾ ആ വീടിനുള്ളിൽ കുടുങ്ങിയിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറും മരണപ്പെട്ടു. മൈ മദർ വെപ്റ്റ് ഓൾ ദ ടൈം. എൻ്റെ അമ്മ എന്ത് ചെയ്തു? എപ്പോഴും കരഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു. സീം മൈ മദർ, എൻ്റെ അമ്മയെ കണ്ടപ്പോൾ ഐ ഓൾസോ ക്രൈഡ്, ഞാനും കരഞ്ഞു. ദ എൻ്റയർ വില്ലേജ് വാസ് സാഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ്. ഗ്രാമം ഫുള്ളെന്തായി? ആകെ ഭയങ്കര സങ്കടത്തിലും അതുപോലെ എന്ത് ചെയ്യണമെന്നറിയാത്ത ആകെ ഡിസ്റ്റർബ്ഡ്, വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ഗ്രാമം മാറിപ്പോയി. അപ്പോൾ ഒരു എർത്ത് കേക്ക് പെട്ടെന്ന് സംഭവിച്ചപ്പോൾ ആ എർത്ത് കേക്കിലൂടെ അവിടെയുള്ള എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്നൊന്ന് നിന്നു പോവാണ്, പകച്ചു പോയി, ആകെ പാനിക്കായി, അവരാകെ സങ്കടപ്പെട്ടു. ഹൗസ് ഓഫ് മൊട്ട ബാബു, ഹൂ ഈസ് ദ സർപ്പഞ്ച് ഓഫ് അവർ വില്ലേജ്, വാസ് നോട്ട് മച്ച് ഡാമേജ്ഡ്. അപ്പം ഞങ്ങളുടെ ഗുജറാത്തിലെ കച്ച് വില്ലേജിലെ സർപ്പഞ്ചായിരുന്നു ആര്? മൊട്ട ബാബു. ഹൗസ് ഓഫ് മൊട്ട ബാബു, മൊട്ട ബാബുവിൻ്റെ ഹൗസ് എന്ത് ചെയ്തു? ഹൂ ഈസ് ദ സർപ്പഞ്ച് ഓഫ് അവർ വില്ലേജ്, ഞങ്ങളുടെ വില്ലേജിലെ സർപ്പഞ്ചായിരുന്ന, സർപ്പഞ്ച് മീൻസ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. മൊട്ട ബാബുവിൻ്റെ വീട് വാസ് നോട്ട് മച്ച് ഡാമേജ്ഡ്. ആ വീടിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ട് ഇല്ലായിരുന്നു. ഹി ഗേവ് റൈസ് ആൻഡ് വീറ്റ് ടു എവറി വൺ ഫ്രം ഹിസ് ഗോഡൗണ്. അപ്പോൾ മൊട്ട ബാബു എന്ത് ചെയ്തു? അവരുടെ ഗോഡൗണിൽ നിന്ന് എല്ലാ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള റൈസ് ആൻഡ് വീറ്റ്, അരിയും ഗോതമ്പും വിതരണം ചെയ്തു. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവിടുത്തെ സർപ്പഞ്ചായ മൊട്ട ബാബുവിൻ്റെ വീട് നശിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം അവരുടെ ഗോഡൗണിൽ നിന്ന് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള റൈസും വീറ്റും വിതരണം ചെയ്തു. ഫോർ മെനി ഡേയ്സ്, ദിവസങ്ങളോളം. ദ വില്ലേജ് വുമൺ കുക്ക്ഡ് ഫുഡ് ടുഗദർ അറ്റ് മൊട്ട ബാബുസ് ഹൗസ് ആൻഡ് ഫെഡ് എവ്രി വൺ. ആ വില്ലേജിലെ എല്ലാ സ്ത്രീകളും എന്ത് ചെയ്തു? കുക്ക്ഡ് ഫുഡ്, ഭക്ഷണം ഉണ്ടാക്കി, ടുഗദർ, ഒരുമിച്ച്, അറ്റ് മൊട്ട ബാബുസ് ഹൗസ് ആൻഡ് ഫെഡ് എവ്രി വൺ. അപ്പോൾ ദിവസങ്ങളോളം സ്ത്രീകൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് മൊട്ട ബാബുവിൻ്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും നൽകുകയൊക്കെ ചെയ്തു. ഇമാജിൻ ബീങ് വിത്തൗട്ട് എ ഹൗസ് ഇൻ ദി കോൾഡ് വിൻ്റർ. പക്ഷെ എന്താണ്? തണുപ്പ് കാലത്ത് വീടില്ലാതിരിക്കുക എന്നത് സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യം ആയിരുന്നു. ഫിയർ ആൻഡ് ദി കോൾഡ് കെപ്റ്റ് ആസ് അവേക്ക് ഇൻ ദി നൈറ്റ്സ്. ഭയം എന്നുള്ള ഭയം, ആകെ ഫിയർ, എന്തായിരുന്നു ഭയം? തണുപ്പുള്ള രാത്രിയിൽ ഞങ്ങളെ ഭയം വല്ലാതെ ഞങ്ങളെ ഉറക്കം കളഞ്ഞുകൊണ്ട്
ഇരുന്നു. അതായത് തണുപ്പ് കൊണ്ട് രാത്രി ഞങ്ങൾക്ക് ഭയം ആയിരുന്നു. ഓൾ ദ ടൈം വി were worried that there may be another earthquake. എപ്പോഴും ഞങ്ങൾ എന്താണ് മറ്റൊരു എർത്ത് ഉണ്ടാകുമോ എന്നിങ്ങനെ വറിയിടായി, ആശങ്ക ഉണ്ടായി. കാരണം പെട്ടെന്ന് അറിയാത്തൊരു സംഭവം സംഭവിച്ചപ്പോൾ ഇനിയും അത് ഉണ്ടാവുമോ എന്നതിൽ ഞങ്ങളാകെ എപ്പോഴും വറിയിടായിക്കൊണ്ട് ഇരുന്നു. ഡിസ്കസ് ആൻഡ് റൈറ്റ്. ഹാവ് യു ഓർ എനിവൺ ദാറ്റ് യു നോ എവർ ഫേസ്ഡ് സച്ച് ഡിഫിക്കൽറ്റി? നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരത്തിലുള്ള എർത്ത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നേരിട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? എന്ത് ചെയ്തു? ഓഫ് കോഴ്സ്, തീർച്ചയായും നേരിട്ടുണ്ടല്ലേ. നമ്മൾ 2018-19 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഫ്ലഡ് നമുക്ക് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലഡ് നടന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ വീടുകൾ നശിച്ചു. അതേപോലെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ, അവർക്കൊന്നുമില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ അവർ കഷ്ടപ്പെട്ടത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ചില ആളുകൾ അത് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടായിരിക്കും, ചെയ്യാത്തവരൊന്നുമില്ലെങ്കിലും ന്യൂസ് പേപ്പറിലും ടി വിയിലൊക്കെ ആയിട്ട് അവരെ കുറിച്ച് കണ്ടിട്ടുണ്ട്. Who all helped at such a time? Make a list. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങളെ ആരാണ് സഹായിച്ചത്? അപ്പോൾ അവരെ കുറിച്ചൊരു ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പം നമ്മളതും ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനങ്ങളൊക്കെ ആലോചിച്ചാൽ മതി. ഒരുപാട് ഗ്രൂപ്പുകളിലുള്ള ആളുകൾ, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അതുപോലെ അവരുടെ നാട്ടിലെ തന്നെ ഒരുപാട് ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർക്ക് ഹെൽപ്പ് അറൈവ്സ്, സഹായം എത്തിച്ചേർന്നത് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സം ഡേയ്സ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്തു? പീപ്പിൾ ഫ്രം ദ സിറ്റീസ് കെപ്റ്റ് കമ്മിങ് ടു സീ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് ടൗണിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. കമ്മിങ് ടു സീ വാട്ട് ഹാഡ് ഹാപ്പൻഡ്, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ വേണ്ടിയിട്ട് ടൗണിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടായിരുന്നു. ദേ കെയിം വിത്ത് ഫുഡ്, മെഡിസിൻസ് ആൻഡ് ക്ലോത്ത്സ്. ഈ വരുമ്പോൾ അവരെന്തൊക്കെ കൊണ്ടുവന്നു? ഫുഡ്, മെഡിസിൻസ് ആൻഡ് ക്ലോത്ത്സ്. ഇപ്പോൾ ഇവിടെ കച്ച് വില്ലേജിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും മെഡിസിൻസും വസ്ത്രങ്ങളും ക്ലോത്ത്സൊക്കെ കൊണ്ടാണ് അവർ വന്നത്. എവ്രി വൺ യൂസ്ഡ് ടു റഷ് ടു ടേക്ക് ദിസ് തിങ്സ്. അപ്പം അവർ ഈ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നപ്പോൾ എല്ലാവരും ആ കൊണ്ടുവന്ന സാധനങ്ങൾ എടുക്കാനുള്ള തിരക്കിൽ ആയിരുന്നു. ദ ക്ലോത്ത്സ് ദാറ്റ് വി ഗോട്ട് വെർ വെരി ഡിഫറെൻറ്റ്. ഞങ്ങൾക്ക് കിട്ടിയ ഡ്രസ്സൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു. വി ഹാഡ് നെവർ വോൺ സച്ച് ക്ലോത്ത്സ് ബിഫോർ. ഞങ്ങൾ മുമ്പ് ധരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പീപ്പിൾ സം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഫ്രം ദ സിറ്റി. വിവിധ ഗ്രൂപ്പുകളിലുള്ള ആളുകൾ എന്ത് ചെയ്തു? സിറ്റിയിൽ വിവിധ ഗ്രൂപ്പുകളിലുള്ള ആളുകൾ ഹെൽപ്ഡ് ആസ് ടു പുട്ട് അപ്പ് ദ ടെൻസ്. ഞങ്ങളെ ടെൻറ്റുകൾ ഉണ്ടാക്കാൻ സഹായിച്ചു. അതായത് ഓരോ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് ടെൻറ്റൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിച്ചു. സ്റ്റേയിങ് ഇൻ ദി പ്ലാസ്റ്റിക് ടെൻസ് ഇൻ ദി കോൾഡ് വിൻ്റർ മന്ത്സ് വാസ് വെരി ഡിഫിക്കൽട്ടി. ഈ പ്ലാസ്റ്റിക് ടെൻറ്റുകളിൽ തണുത്ത വിൻ്റർ സീസണിൽ താമസിക്കുന്നത് എന്തായിരുന്നു? വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവരുടെ ടെൻറ്റ് ഉണ്ടാക്കാനൊക്കെ അവർ സഹായിച്ചു, ഈ ടൗണിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ. കാരണം പ്ലാസ്റ്റിക് ടെൻറ്റുകളിൽ താമസിക്കൽ വളരെ ഡിഫിക്കൽട്ടായിരുന്നു വിൻ്റർ സീസണിൽ. സം ഓഫ് ദോസ് പീപ്പിൾ വെർ സയൻറ്റിസ്റ്റ്. അതുപോലെ എന്ത് ചെയ്തു? സയൻറ്റിസ്റ്റുകളും അവിടേക്ക് വന്നു. ദേ ട്രൈഡ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഏരിയ ഹാവ് മോർ ചാൻസസ് ഓഫ് ഹാവിങ് ആൻ എർത്ത് കേക്ക്.
ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് എർത്ത് കേക്ക് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എന്നത്, എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒരുപാട് സയൻറ്റിസ്റ്റുകളും അവിടെ വന്നു. പീപ്പിൾ ഫ്രം അവർ വില്ലേജ് ടോക്ക്ഡ് ടു ദം മെനി ടൈംസ്. ഞങ്ങളെ വില്ലേജിലുള്ള ആളുകളുമായിട്ട് ഈ സയൻറ്റിസ്റ്റുകൾ അവിടെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ദേ ഹാഡ് സജഷൻ അബൌട്ട് ബിൽഡിംഗ് അവർ ഹൗസസ് അഗെയിൻ. അവരെന്ത് ചെയ്തു, ഞങ്ങളെ വീടുകൾ വീണ്ടും പണിയുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി. എൻജിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ചേഴ്സ് ഷോവ്ഡ് ദ സം സ്പെഷ്യൽ ഡിസൈൻസ് ഫോർ ഹൗസസ്. അതുപോലെ എൻജിനീയർമാരും ആർക്കിടെക്ചർമാരൊക്കെ വന്നിട്ട് ഒരുപാട് കാണിച്ചു തന്നു. ഷോഡ് ആസ് സം സ്പെഷ്യൽ ഡിസൈൻസ് ഓഫ് ഹൗസസ് ഫോർ ഹൗസസ്. ഒരുപാട് സ്പെഷ്യൽ ഡിസൈൻസിലുള്ള ഹൗസുകൾ, വീടുകൾ ഞങ്ങൾക്ക് അതിൻ്റെ മോഡൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ദേ സെഡ് ദാറ്റ് വിത്തിൻ ദ ദിസ് ഡിസൈൻ ഹൗസ് വാസ് നോട്ട് ഗെറ്റ് ഡാമേജ്ഡ് മച്ച് ഇസ് ഇൻ ആൻ എർത്ത് കേക്ക്. ഈ അവർ കാണിച്ചു തന്ന തരത്തിലുള്ള ഡിസൈനിലുള്ള വീടുകൾ എന്താണ്, എർത്ത് കേക്കിൽ വലിയ തരത്തിലുള്ള കേടുപാടുകളൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യത്യസ്ത തരത്തിലുള്ള വീടുകളുടെ ഡിസൈൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ബട്ട് അവർ പീപ്പിൾ വെർ എ ലിറ്റിൽ അഫ്രൈഡ്. ബട്ട് ഞങ്ങൾ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു, അല്പം ഭയപ്പെട്ടു. സോ ദ വില്ലേജസ് തോട്ട് ദേ വുഡ് ബിൽഡ് ദർ ഓൺ ഹൗസസ് വിത്ത് ദർ ഹെൽപ്പ്. ഈ ആളുകൾ ഞങ്ങളുടെ വീടുകൾ സഹായിക്കുമോ എന്ന ഒരു ഭയം അവിടെ ഉണ്ടായിരുന്നു. ദ ഗ്രൂപ്പ്സ് വുഡ് ബിൽഡ് ദ വില്ലേജ് സ്കൂൾ. അങ്ങനെ ആ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യട്ടെ, വില്ലേജിൽ സ്കൂളുകൾ പണിയട്ടെ എന്ന രീതിയിലേക്ക് അവർ വന്നു. അപ്പോൾ അവരുടെ തന്നെ സഹായത്തോടെ അവർക്ക് സ്വന്തമായി, അപ്പോൾ അവർ പറഞ്ഞെന്താ, അവർക്കുള്ള വീട് അവർ സ്വന്തമായി പണിയാം. പക്ഷെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ത് ചെയ്തു, അവിടെ ഒരു സ്കൂള് പണിയട്ടെ എന്ന് പറഞ്ഞു. വി ഓൾ വർക്ക്ഡ് ടുഗദർ ടു റീബിൽഡ് അവർ വില്ലേജ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ വില്ലേജ് റീബിൽഡ്, പുനർനിർമ്മിക്കാൻ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. സം പീപ്പിൾ ഡഗ് ആൻഡ് ബ്രോഡ് ദ ക്ലേ ഫ്രം ദി പോണ്ട്. ചില ആളുകൾ എന്ത് ചെയ്തു, പോണ്ട്, കുളത്തിൽ നിന്ന് കുഴിച്ചിട്ട് എന്ത് ചെയ്തു, കളിമണ്ണൊക്കെ കൊണ്ടുവന്നു. വി മിക്സഡ് ദ ക്ലേ വിത്ത് കൗ ഡങ് ആൻഡ് മെയ്ഡ് ലാർജ് കേക്ക്സ്. ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കളിമണ്ണൊക്കെ കൂട്ടിക്കുഴച്ചിട്ട് ചാണകമൊക്കെ ആക്കി വലിയ കേക്കുകൾ ഉണ്ടാക്കി. വി പുട്ട് ദസ് ഓൺ ദി അനദർ ടു മേക്ക് ദ വാൾസ്. അതുപോലെ ഞങ്ങൾ മറ്റൊന്ന് വെച്ചിട്ട് മതിലുകളും നിർമ്മിച്ചു. വി വൈറ്റ് വാഷ്ഡ് ദ വാൾസ് ആൻഡ് ഡെക്കറേറ്റഡ് ദം വിത്ത് ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ആൻഡ് സ്മോൾ പീസസ് ഓഫ് മിറേഴ്സ്. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്മോൾ മിറർ രൂപത്തിലുള്ള ഡിസൈനുകളും കഷ്ണങ്ങളൊക്കെ വെച്ച് ഞങ്ങളെ വാളുകളൊക്കെ അലങ്കരിച്ചു. വി പുട്ട് അപ്പ് ദ thatched roof. Now our houses shine like a diamond in the dark night. അങ്ങനെ നല്ല ഡാർക്ക് നൈറ്റ്, ഇരുണ്ട രാത്രിയിൽ ഒരു ഡയമണ്ട്, ഒരു വജ്രം പോലെ ഞങ്ങളുടെ വീട് തിളങ്ങുന്നുണ്ടായിരുന്നു. അത്രയും ഭംഗിയുള്ള, അതായത് ക്ലേ വെച്ചിട്ടും ചാണകം വെച്ചൊക്കെ കെട്ടി അവർ നല്ല ഭംഗിയുള്ള വീട് അവർ തന്നെ ഉണ്ടാക്കി. Then discuss. A lot of people from the places came to Jesma's village. മറ്റു ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, ജസ്മയുടെ വില്ലേജിൽ എത്തി. Who were those people? ആരൊക്കെയായിരുന്നു ആ ആളുകൾ? In what ways would they have helped the villagers? അവരെങ്ങനെയാണ് അവിടെ വീടുകൾ നിർമ്മിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആരായിരുന്നു? സയൻറ്റിസ്റ്റുകൾ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവരവിടെ എല്ലാ തരത്തിലും അവർക്ക് ഫുഡ് നൽകി, എല്ലാ തരത്തിലും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പീപ്പിൾ ഇൻ ജസ്മാസ് വില്ലേജ് റീബിൽഡ്
their houses with suggestions from the engineers. അങ്ങനെ ജസ്മയുടെ നാട്ടിലെ ആളുകൾ എന്ത് ചെയ്തു? റീബിൽഡ് ചെയ്തു, പുനർനിർമ്മിച്ചു അവരുടെ വീടുകൾ. സജഷൻസ് ഫ്രം ദി എൻജിനീയേഴ്സിൻ്റെ സജഷനിലൂടെ. വിൽ ദസ് ഹൗസസ് ബി സഫർ ദാൻ ബിഫോർ ഇൻ കേസ് ദർ ഈസ് ആൻ എർത്ത് അഗെയിൻ? വൈ? അത് മുമ്പത്തേതിന് ഈ വീടുകൾ സുരക്ഷിതമാണോ മുമ്പത്തേതിനേക്കാൾ? വീണ്ടും എർത്ത് കേക്ക് ഉണ്ടായാൽ എന്തുകൊണ്ട് അല്ലേ? ഓഫ് കോഴ്സ് സുരക്ഷിതമാണ്. കാരണം ഓൾറെഡി എൻജിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് അതിൽ സേഫായ തരത്തിലുള്ള വീടുകളാണ് നിർമ്മിക്കുന്നതെന്ന്. തിങ്ക്, ഇഫ് ദർ വർ ആൻ എർത്ത് കേക്ക് വെർ യു ലിവ്, വുഡ് യുവർ ഹൗസ് ബി ഇൻ ഡേഞ്ചർ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു എർത്ത് കേക്ക് ഉണ്ടായാൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അപകടം സംഭവിക്കുമോ? ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഡു ടു സേവ് പെറ്റ് എനിമൽസ് ഡ്യൂറിങ് നാച്ചുറൽ ഡിസാസ്റ്റർ? ഇത്തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്ററൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ എനിമൽസിനെയൊക്കെ സേവ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസേഴ്സ് മാം സെൻഡ് ചെയ്ത് തരും. ഡിസ്കസ് ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ നോട്ട്ബുക്കിൽ റൈറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ യുവർ ഹൗസ് വിത്ത് ദാറ്റ് ഓഫ് ജസ്മ. നിങ്ങളുടെ വീടും ജസ്മയുടെ വീടുമായിട്ട് കമ്പയർ ചെയ്യുക. ലിസ്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് വാട്ട് മെറ്റീരിയൽസ് വെർ യൂസ്ഡ് ഇൻ മേക്ക് ബോത്ത് ദ ഹൗസസ്. രണ്ട് വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തതെന്ന് ടാബിൾ ചെയ്യാണ് വേണ്ടത്. Okay, do you understand in our class? Today we are discussing about a small topic in a experience of an earthquake. ഒരു എക്സ്പീരിയൻസ് എർത്ത് ഗുജറാത്തിലെ കച്ച് വില്ലേജിലുള്ള പീപ്പിൾ എക്സ്പീരിയൻസ് ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് ഇൻ അവർ ക്ലാസ്? ആഫ്റ്റർ വാച്ചിങ് ദ ക്ലാസ് ഡിസ്കസ് ക്വസ്റ്റ്യൻസ് ആൻഡ് റൈറ്റ് ക്വസ്റ്റ്യൻ ആൻസർ. Write your notebook. Bye dear children. Meet next class.